നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. വേഴമാറ്റം കൊണ്ട് കഷ്ടതകളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ വിരോധമൊന്നും തോന്നരുത്. അപ്പോൾ ജ്യോത്സ്യർ ഒരു അപകടം സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത് എന്തായിരുന്നാലും അപകടത്തിൽ ചാടൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു അപകടം സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ട്രെയിനിന് മുമ്പ് ചാടൂ, ബസ്സിൻ്റെ മുമ്പ് ചാടൂ, വെള്ളത്തിയെടുത്ത് ചാടൂ? ഇല്ല. ജീവിക്കാൻ കൊതിയുള്ളോ ഇതൊന്നും ചെയ്യൂല, സൂക്ഷിക്കും, അത്ര തന്നെ. അപ്പോൾ ഈ ദോഷമുള്ള നാളുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കൈയിരിക്കുന്നത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് നിങ്ങളുടെ ജീവിതവും ജീവനും സ്വത്തുവകകളും കുടുംബ ബന്ധങ്ങളും സന്താനങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് പറയാൻ പോകുന്നത്. ദോഷമുള്ള നാളുകളെന്ന് വെച്ചാൽ വേഴൻ 3, 6, 8, 12 സഞ്ചരിക്കുന്ന സമയമാണ് വലിയ ഭാഗ്യക്കുറവുകൾ ഉള്ളത്. ഷഷ്ടം, ദ്വാദശം, അഷ്ടമഞ്ച മുനയോ പാവാൻ അനിഷ്ടാൻ വിധു എന്നാണ്. അപ്പം ഷഷ്ടം, ദ്വാദശം, അഷ്ടമം എന്ന് വെച്ചാൽ ഷഷ്ടം 6, ദ്വാദശം 12, അഷ്ടമം 8, 3, 6, 8, 12 വേഴ സഞ്ചരിക്കുന്ന സമയത്താണ് വലിയ ഗ്രഹപ്പിഴകൾ ഉണ്ട്. അത് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് 8 സഞ്ചരിക്കുന്ന സമയം. 8ൻ്റെ പണി കിട്ടുമെന്ന് പറയും. അപ്പം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാല് വരെ ഉള്ള ധനുക്കൂറുകാർക്കാണ് ഏറ്റവും ഭയങ്കര ദോഷമുള്ള സമയം. അത് വേഴ 8ലാണ് വരുന്നത്. അപ്പോൾ വേഴ 8 നിന്നാൽ ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്വവാദി കഷ്ടോ അഷ്ടമഹാണ്. ജാതം വാ വിഫലം എന്നുവെച്ചാൽ ഒരു ഫലവും നമുക്ക് കിട്ടണില്ല. ഞാൻ അത്രയും കാലം അധ്വാനിച്ച് പരിശ്രമിച്ചിട്ടും ഒരു ഫലവും എനിക്ക് കിട്ടണില്ലെന്ന് തോന്നിപ്പോകും. സർക്കാരിൽ നിന്നും പോളിസി, LIC, ഷെയർ മാർക്കറ്റ്, ഇതിലൊക്കെ കിട്ടേണ്ടുന്ന പൈസകളും ബിസിനസ്സിൽ കിട്ടേണ്ടുന്ന പൈസകളും ഇതൊക്കെ കിട്ടാൻ തടസ്സം. കോടതി വിധികൾ നമുക്ക് അനുകൂലമായിട്ട് വന്നാലും കാര്യങ്ങൾ നടന്ന് കിട്ടാൻ പ്രയാസം. പിന്നെ നിങ്ങൾക്ക് പോളിസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ പേര് മാറിപ്പോയി, അഡ്രസ്സ് മാറിപ്പോയി, അക്ഷരം മാറിപ്പോയി, ഇനിഷ്യൽ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് തരാതിരിക്കാൻ അവർ ശ്രമിക്കുന്ന സമയമാണ്. പഴയ ആൾക്കാർ പറയും റേഷൻ കാർഡ് വരെ കളഞ്ഞു പോകുന്നതാണ്. ഇപ്പം നമുക്ക് പുതിയ സംവിധാനം ഉള്ളത് കൊണ്ട് റേഷൻ കാർഡും ആധാർ കാർഡും സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഓൺലൈൻ വഴി പറ്റും. പണ്ടത്തെ കാലത്ത് ഏതെല്ലാം ഓഫീസിൽ ഇറങ്ങിക്കയറി നടന്ന ഒരു കോപ്പി കിട്ടും തന്നെ. അതുകൊണ്ട് നിങ്ങളെ ഇരിക്കുന്ന രേഖകളെല്ലാം കറക്റ്റാണെന്ന് നോക്കണം. കാരണം ആധാറിലുള്ളത് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാം. കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിപ്പോയാലും നമ്മൾ ആ അഡ്രസ്സിലുള്ള ആളല്ല, അല്ലെങ്കിൽ ആ പേരിലുള്ള ആളല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇൻഷുറൻസുകാർ പൈസ തരാതിരിക്കാൻ ശ്രമിക്കുന്ന സമയം. അതുപോലെ ചിട്ടി, സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കിട്ടേണ്ടുന്ന പൈസ കിട്ടാതിരിക്കുകയും കൈയിരിക്കുന്ന കാര്യങ്ങൾ പോവുകയും ചിട്ടിയൊക്കെ മുടങ്ങിപ്പോവും, EMI ഒക്കെ മുടങ്ങിപ്പോവും. തോനെ പൈസ കിട്ടാണ്ടെങ്കിലും കിട്ടാനുള്ളത് കിട്ടൂല, തരാനുള്ളത് തരൂല, കടവും കൂടിക്കൂടി വരും. ഈ കാലം ഐശ്വര്യത്തിന് അപകീർത്തിക്കും വന്നാലും തത്വവാദി കഷ്ടവും അഷ്ടവും വളരെ കഷ്ടവും നഷ്ടവും കൂടുതൽ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നുന്ന സമയം വരുന്ന സമയവും. അത് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളും സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയാസങ്ങളും ഒക്കെയാണ്. തോനെ പൈസ ഉണ്ടെങ്കിൽ ED, ഇൻകം ടാക്സും ഒക്കെ വന്ന് അവർ നമ്മളെ ഉപദ്രവിക്കും. ഒരു പൈസയും അല്ലെങ്കിൽ സാധാ ബാങ്കുകാരൻ വന്ന് ജപ്തിക്ക് വരും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. 100% വേഴ 8 നിൽക്കുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ഏറ്റവും വലിയ ദോഷവും 8ലാണ്. അങ്ങനെയാണ് കാര്യം. രണ്ടാമതെന്ന് പറയുന്നത് ദ്വാദശം 12 വേഴം സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടാമത്തെ ദോഷമുള്ള രാശി. അപ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ കാലുകാർക്കാണ് വേഴം 12 നിൽക്കുന്നത്. അപ്പോൾ പാവം, വ്യയഞ്ച, പതനം, നിരയം, വമ്പുകം, സ്ഥാനപ്രംസഞ്ച, വൈകല്യം, ദ്വാദശേന വിധിത. പാവം എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാനും ഒരു മടിയില്ലാത്ത തരത്തിൽ പെരുമാറും. പാവം. അച്ഛനെ അടിക്കുകയും അമ്മച്ചിയെ അടിക്കുകയും മക്കളെ അടിക്കുകയൊക്കെ ചെയ്യേണ്ടത് ദോഷമല്ലേ? അടിക്കണേ കുഴപ്പമില്ല, കൊല്ലാൻ വരെ തോന്നി. അവരെ കൊന്നില്ലെങ്കിലും അവർ നമ്മളെ സ്നേഹക്കുറവ് കൊണ്ടൊന്നും മരിച്ചുകളയാൻ തോന്നി. അവർ മരിച്ചാൽ നമ്മളെ സഹായിക്കാത്തത് കൊണ്ടും സ്നേഹിക്കാത്തത് കൊണ്ടാണ് മരിക്കുകയെന്ന് തോന്നും. ആരെങ്കിലും മരിച്ചാലെങ്കിലും നമുക്കൊരു സമാധാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. ജീവിച്ചിരുന്നാൽ നമുക്ക് ഉള്ള സമാധാനമെങ്കിലും കിട്ടും. മരിച്ചാൽ അവർ നിമിത്തമാണ്, നമ്മൾ നിമിത്തമാണ് മരിച്ചതുകൊണ്ട് നമുക്കായിരിക്കും കേസ് വഴക്കുകൾ വരുന്നത്. അങ്ങനെ 10 വയ്യെന്നാണ്. 12 പേരെ നിൽക്കുമ്പം
വധം നടക്കുമെന്നാണ്. നമ്മളെ കൊല്ലാൻ ആൾക്കാർ നടക്കും, നമുക്കും ആളുകളെ കൊല്ലണമെന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള ചില ദുർചിന്തകളുള്ള സമയവും ഒരു കോടീശ്വരന്മാർ പോലും, അല്ലെങ്കിൽ കോടീശ്വരി ആയിരുന്നാൽ പോലും പിച്ചക്കാരായി പോകുന്ന സമയമാണ് 12 വേഴം. ജാതകത്തിലും 12 വേഴം നിൽക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടിന് തോറ്റ്, ഒരു മാർക്ക് തോറ്റ്, റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാതിരിക്കുകയും കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു പോയി, വിവാഹം നടക്കാൻ തടസ്സം വരും, നടന്ന ബന്ധം തുറച്ചുപോയി, മക്കളുണ്ടാകാൻ തടസ്സം വരും, ഉള്ള മക്കൾ കലവിച്ചും മരിച്ചും പോയി, ദുർമരണം, അകാല മരണം, അപകട മരണങ്ങൾ, സന്തതി മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക്, അസുഖങ്ങൾ, ഇതൊക്കെ വരുന്നത് ഈ വേഴം 3-ലും 6-ലും 8-ലും 12-ലും നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹപ്പഴ ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിഹാരം ചെയ്ത് ദോഷത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമം നടത്തണം. കാരണം രാജാക്കന്മാർ പോലും പിച്ചക്കാരായി പോകുന്നതാണ് 12 വേഴം തന്നെ. അതൊരു കുഴപ്പമാണ്. അപ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ കാലുവരെ ഉള്ളവർക്ക് 12 വേഴനാണ്. പിന്നെ നമുക്ക് 6 വേഴം നിൽക്കുന്നത് അവിട്ടം, ചതയം, പുരുരുട്ടാതി നക്ഷത്രക്കാർക്കാണ് 6. അപ്പോൾ 6 വേഴം നിൽക്കുമ്പോൾ ഹൃണാർത്ഥ, ചോര, ക്ഷത, രോഗ, ശത്രു, ഋണബാധ്യത, ക്ഷതം, രോഗം, ശത്രു, ഇതൊക്കെ ഉണ്ടാവും. ഋണബാധ്യത, കടങ്ങൾ കൂടി വരും. കമ്മലും മാലയും വള്ളയും തലയൊക്കെ കളഞ്ഞു പോവാതെ സൂക്ഷിക്കണം. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അതൊക്കെ കളഞ്ഞു പോകും. അതേപോലെ വലിയ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടാനുള്ളത് സമയത്ത് പോവാതെ ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയ യോഗമുണ്ട്. ഒരു ജോലി കിട്ടിയാലും എനിക്ക് വയ്യെന്നും കൊണ്ട് ആശുപത്രി ചെന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയ ജോലി ജോയിൻ ചെയ്യാൻ പറ്റാതെ പോക്കൾ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ജോലി എങ്ങനെയെങ്കിലും വണ്ടി പിടിച്ചെങ്കിലും ചെന്ന് ജോയിൻ ചെയ്തു അവിടെ അരമണിക്കൂറെങ്കിലും ഇരുന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആശുപത്രി വന്ന് കിടന്നാൽ കുഴപ്പമില്ല. അത് ഒരു പരീക്ഷയ്ക്ക് തന്നെ നമ്മൾ പഠിച്ച് നല്ല ഫീസൊക്കെ അടച്ച് തയ്യാറെടുത്തിരിക്കുമ്പോൾ ചെറിയൊരു അസുഖം വന്നാൽ ആശുപത്രി കയറി പിടിച്ചാൽ വെന്റിലേറ്ററിൽ കിടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി അഡ്മിഷൻ കിട്ടിയെങ്കിലും പോകാൻ പറ്റാതെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, പരീക്ഷ എഴുതാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്കും ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആശുപത്രിയിൽ പോയി കിടന്നാൽ മതി. എല്ലാവരും ചെക്കപ്പ് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ പോയി കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. ക്ഷതം, മറിഞ്ഞു വീണ് കൈകാലമൊക്കെ ഓടി, രോഗങ്ങൾ, ശത്രുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ സന്താനകാരകനാണ് വേഴം. മക്കൾ കലപിച്ചു പോകാനും മരിച്ചു പോകാനൊക്കെ തോന്നുന്ന സമയമാണ്. അതുകൊണ്ട് പിള്ളേരുടെ വഴക്കിനും അടിക്കൊന്നും പോകരുത്. പിള്ളേർ പറയുന്നതൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതി. സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിലും പറ്റിയില്ലെങ്കിലും കൊടുക്കാൻ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞാൽ. എനിക്കൊരു കാറ് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞാൽ കാറ് വാങ്ങിക്കാൻ നമുക്ക് വീട്ടിൽ ചെറിയൊരു കാറെങ്കിലും കാണുമെങ്കിൽ ഇനി അത് എടുത്തോളാൻ പറഞ്ഞാൽ അവന് വേണ്ട, അവന് പുതിയ കാറ് തന്നെ വേണം. അവൻ പറയുന്ന ബ്രാൻഡിലുള്ളത് തന്നെ വേണം. ഒരു ബൈക്കും അതേപോലെ തന്നെ വേണം, ഫോണും അതേപോലെ തന്നെ വേണം. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ പല കുട്ടികൾ പോലും തലവിച്ച് പോകാനും മരിച്ചു കളയാനും താല്പര്യം കാണിക്കും. അവർക്ക് വാങ്ങിച്ച് കൊടുക്കാമെന്ന് ഒരൊറ്റ വാക്കിൽ അങ്ങ് നിർത്തിയാൽ മതി. പിന്നെ അവർ ചോദിക്കാനും വരണം, നമ്മൾ കൊടുക്കാനും പോകണില്ല. ഒരു പക്ഷേ നിർബന്ധിച്ചാലും പൈസ കുറച്ച് കിട്ടാണ്ട് മക്കളെ കിട്ടിയിട്ട് നിനക്കത് വാങ്ങിക്കുക. എന്നാന്ന് പറഞ്ഞാൽ ശല്യമേ തീർന്നെന്ന് വിചാരിച്ചോ. ഇല്ലെങ്കിൽ നമ്മൾ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല, കളിക്കാൻ പൈസ കൊടുത്തില്ല, ടൂർ പോകാൻ അവസരം കൊടുത്തില്ല എന്നൊക്കെ കൊണ്ട് പിള്ളേർ കലവിച്ചും മരിച്ചു കളയാനൊക്കെ പോകുന്ന സമയം. അധ്യാപകരാണെങ്കിലും സൂക്ഷിക്കണം. പിള്ളേരെ കണ്ണുരുട്ടിയൊക്കെ കാണിച്ച അവസ്ഥകൾ സാധാരണ ഉപദ്രവിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വിഷമിപ്പിച്ചെന്നും കൊണ്ട് കയറി ചത്തിളഞ്ഞ സാറന്മാരുടെ ജോലിയും പോവും, ജീവിതവും പോവും. അപ്പം ഇങ്ങനെ ഭയങ്കര തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മളെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും സാധാരണ ആൾക്കാരെ കൊണ്ടും പല പീഡനങ്ങളും ശത്രുതാപരമായിട്ടുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു നല്ല കാര്യം പറയുകയും ചെയ്യുകയും ചെയ്താൽ അതിനെ കുത്തിപ്പൊക്കി ദോഷമാണെന്ന് പറയുന്ന ഒരവസ്ഥയും കൂടെ ഉണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ട്. 3 വേഴം നിൽക്കുന്ന ഇടവൻ രാശിക്കൂറുകാർക്കാണ്. കാരണം 3 വരുമ്പോൾ സഹോദരങ്ങളായിട്ട് കലഹം, സന്തതിയായിട്ട് കലഹം, പിന്നെ സാമ്പത്തിക കുരുക്കുകൾ, മരിച്ചു കളയാൻ തോന്നുന്ന അവസ്ഥകൾ, ചെറിയ ചെറിയ അസുഖം വന്നാലും പെട്ടെന്ന് പോകില്ല. കാരണം 3 എന്ന് പറയുന്നത് ഒരു ഗ്രഹപ്പഴ പിടിച്ച സ്ഥലം തന്നെയാണ്. കാരണം ഈ അഷ്ടമം ആയുഷക അഷ്ടമഞ്ചത തയോരവി വയസ്ഥാനം മാരകസ്ഥാനം ഉച്ച മാരകസ്ഥാനവുമാണ്. അപ്പോൾ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചെറിയൊരു അസുഖത്തിന് നമ്മൾ ഒരു ആശുപത്രിയിൽ പോയപ്പോൾ വലിയ രോഗമെന്ന് പറയും. അപ്പം പേടിച്ചു പോലും അടുത്തൊരു ആശുപത്രിയിൽ പോകണം. അവിടെ ചെല്ലുമ്പോൾ അവർ ഈ രോഗത്തെക്കുറിച്ചും വിഷമത്തെക്കുറിച്ചൊന്നും അവർ പറയില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. കാരണം ഇന്ന് നമ്മൾ ഇതേ കുഴപ്പമൊന്നും പറഞ്ഞു ചെന്നാൽ അവരും മുതലാക്കിക്കളയും. നമ്മളിതൊന്നും അറിഞ്ഞ പ്ലാൻ കാണിക്കേണ്ട. ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിൽ
പോയാൽ അടുത്തൊരു ആശുപത്രിയിൽ പോയി നോക്കുമ്പോൾ അവർ ചിലപ്പോൾ 500 വരെ ഗുളിക എഴുതി തന്നു വിട്ടും. അത്രയും. മറ്റാകുമ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു സർജറി വേണമെന്ന് പറയും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലളിതമായ രീതിയിൽ പോകണം. അപ്പം ഈ ഗ്രഹങ്ങൾ പഴിച്ച് നിൽക്കുന്ന സമയം എന്താണ്? ദുസ്തകേടവശതാരുജാഗമം സ്വസ്ഥകേടവശതകശ്യമം മതേൽ മന്ദനർത്ത ബലിപൂജ ഔഷധേ ദേവതാ ഭജനതാതു ഭൂഷണൈ. ഇങ്ങനെ ദുസ്തകേടവശതാരുജാഗമം, ഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ രുച ആഗമം, രുചങ്ങളെന്ന് വെച്ചാൽ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. രോഗങ്ങളും ശത്രുക്കളും തടസ്സങ്ങളും കേസുകളൊക്കെ വരും. സ്വസ്ഥകേടവശതക ശമം വരെ ഗ്രഹങ്ങൾ ഈ ദോഷമുള്ള സ്ഥലത്ത് നിന്ന് ഈ ഗ്രഹപ്പുഴ മാറി കിട്ടുന്നത് വരെ നമ്മൾ സ്വസ്ഥനായിട്ട് വരാൻ വേണ്ടി മന്ത്ര നൃത്ത ബലി പൂജ ഔഷധ ദേവതാ ഭജന ധാതു പോഷണം. മന്ത്രം ജപിക്കുക. നിങ്ങൾ തന്നെ മന്ത്രവാദിയാവണം. നമ്മൾ ആ ജപങ്ങൾ, മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ, നേർച്ചകൾ, ദേവസ്ഥാനങ്ങളിലുള്ള ദർശനങ്ങൾ, കഴിയും വിധത്തുള്ള വഴിപാടുകളൊക്കെ നടത്തണം. നമ്മൾ തന്നെ മന്ത്രവാദിയാവണയാണ് നല്ലത്. മന്ത്രവാദി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം വരും. പണ്ടത്തെ കാലത്ത് വൈദിക ജ്യോതിഷ മന്ത്രവാദീനാം ഗൃഹേ ഗൃഹേ ഭോജനമാദരേണ അന്യാനി ശാസ്ത്രാണി സുശിക്ഷിതാനി പാനീയമാത്രന്നദൂദാനയന്തി. അപ്പം ഈ ജ്യോതിഷന്മാർക്കും വൈദ്യന്മാർക്കും മന്ത്രവാദിക്കും ഗൃഹേ ഗൃഹേ ഭോജനം ആദരേണ, ഓരോ വീടാന്തോറും അവർക്ക് ആഹാരവും ആദരവും ഉണ്ടായിരുന്നു. അന്യാനി ശാസ്ത്രാണി സുശിക്ഷിതാനി, അന്യങ്ങളായ ശാസ്ത്രങ്ങളും നല്ലവണ്ണം പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ദാഹിച്ച വെള്ളം പോലും കൊടുക്കൂല എന്നാണ്. അപ്പം ഈ വൈദ്യനും ജ്യോത്സ്യനും മന്ത്രവാദിമാരൊക്കെ സമൂഹത്തിൽ നല്ലത് ചെയ്തിട്ടുള്ളവരാണ് അന്നും ഇന്നും. അപ്പം ഇന്നത്തെ കാലത്ത് ആ നരബലി, അതാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ, അന്ധവിശ്വാസം, അനാചാരം എന്നും പറഞ്ഞുകൊണ്ട് നാട്ടിനും ജനങ്ങൾക്കും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്യോത്സ്യന്മാർക്കും മന്ത്രവാദിമാർക്കും പള്ളിയിലച്ചന്മാർക്കും ഉസ്താദുമാർക്കും ആത്മീക ഗുരുക്കന്മാർക്കും ആശ്രമധർമ്മം പാലിച്ച് സമൂഹത്തിന് നല്ലത് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാർക്കും ഇന്ന് ഉപദ്രവം. ഇപ്പം മനുഷ്യ ദൈവങ്ങളെന്ന് പറഞ്ഞ് കളിയാക്കുന്ന പലവരും ഒരു സുനാമി വായിച്ച് സർക്കാർ എന്ത് ചെയ്ത്, ആശ്രമക്കാരെന്തൊക്കെ ചെയ്ത്, ഏതൊക്കെ സ്വാമിമാർ നാട്ടിൽ എന്തൊക്കെ ചെയ്ത്, ആ രാജ്യത്തുള്ള അധികാരികൾ എന്തൊക്കെ ചെയ്ത്, ഏത് രാഷ്ട്രീയക്കാരെയാണെങ്കിലും നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ സർക്കാർ ചെയ്തതിനേക്കാളും വളരെ ഗുണങ്ങൾ ഈ മനുഷ്യ ദൈവങ്ങളെന്ന് നമ്മൾ കളിയാക്കുന്നവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദൈവങ്ങളാവണ്ട, നല്ല മനുഷ്യന്മാരായിട്ട് എല്ലാ പാർട്ടിക്കാർക്കും സമൂഹത്തിന് നല്ലത് ചെയ്യാനും പാർട്ടി ഫണ്ടുകൾ ഉപയോഗിച്ച് പലർക്കും ലോൺ കൊടുക്കാം, വീട് കൊടുക്കാം, ജോലി കൊടുക്കാം, ഫാക്ടറി ഉണ്ടാക്കാം, കമ്പനി ഉണ്ടാക്കാം. എന്തുകൊണ്ട് ചെയ്യാത്തത്? മനുഷ്യ ദൈവങ്ങളല്ലാതെ പാർട്ടിക്കാർക്ക് ദൈവങ്ങളെപ്പോലെ പ്രവർത്തിക്കായിരുന്നല്ലോ. അത് ചെയ്യണം. അങ്ങനെ മന്ത്രം പഠിക്കണം. നൃത്തം എന്ന് പറയുന്നത് അമ്പലത്തിൽ ഉത്സവം കൊടിയൊക്കെ നടത്തി ദേവന്മാരെ പ്രസാദിപ്പിക്കണമെന്നാണ്. അപ്പം കൊഴുതി നടത്തുമ്പോൾ ദേവന്മാരുടെ പ്രസാദം മാത്രമല്ല, ജനങ്ങളുടെ പ്രസാദവും കിട്ടും. ഒരു ഗാനമേള നടത്തുമ്പോൾ ജനങ്ങൾക്കൊക്കെ സന്തോഷം തോന്നും. അങ്ങനെ നല്ലതായിട്ടൊരു മന്ത്രം നടത്തും. ബലി ഗാനമേളയല്ല, ഭഗവാൻ ഇഷ്ടപ്പെട്ടത് ഓട്ടംതുള്ളൽ, അതേപോലെ കഥകളിയൊക്കെയാണ്. പക്ഷെ എന്നാൽ പൊതുജനങ്ങൾക്ക് ഇന്നിഷ്ടം ഇതേപോലുള്ള ഗാനമേളയൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മന്ത്രം നടത്തുക. ബലി എന്ന് പറയുന്നത് സർപ്പബലി, ഉത്സവ ബലി, ആറാട്ട് ബലി മുതലായ ബലികളാണ്. ഇല്ലാതെ മനുഷ്യന്മാർ, നമ്മളെ ജ്യോത്സ്യന്മാരാ, വൈദ്യന്മാരാ, മന്ത്രവാദികളാ ഇന്നതുവരെയും ഒരു നരബലിയും നടത്തിയിട്ടില്ല. നിങ്ങളെ നാട്ടിൽ നടത്തുന്ന ഏത് നരബലിയായിരുന്നാലും അത് നോക്കണം. അത് ജ്യോത്സ്യന്മാരെയും മന്ത്രവാദികളുടെയും പേരിലാണ് രാഷ്ട്രീയക്കാർ നടത്തുന്ന കൊലപാതകങ്ങൾ വരെ ആരോപിക്കുന്നത്. അവർ ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും അല്ലെങ്കിലും അതൊരു നരബലി, അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള ജ്യോത്സ്യന്മാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഏതോ കുടുംബങ്ങൾ അവർ പിള്ളേരെ നോക്കി, കുടുംബവും നോക്കി സ്വസ്ഥമായിട്ട് കള്ളന്മാരല്ലാതെ മോഷ്ടിക്കാതെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉപദേശിച്ച് ജീവിക്കുന്നുണ്ട്. നീ അന്ധവിശ്വാസം അനാചാരത്തിൻ്റെ ഒരു ജ്യോത്സ്യന്മാരെയും മന്ത്രവാദിമാരെയും വൈദ്യന്മാരെയൊക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടകളെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അവർ എല്ലാ പണിക്കും പോകും. മന്ത്രത്തെ ബലി, പൂജ, ഔഷധേ ദേവത ഭജനതാത് പോഷണം. ഔഷധം കഴിക്കണം, ദേവനെ ഭജിക്കണം ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ വിനകൾ നിശേഷവും നമുക്ക് മാറിക്കിട്ടും. അങ്ങനെ വേഴത്തിൻ്റെ അനുഗ്രഹം വരുത്താൻ വേണ്ടി
നിങ്ങൾ തന്നെ പൂജകളും ജപങ്ങളും തപങ്ങളും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പൂജ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗണപതി പൂജ, ഭഗവതി സേവ, മുത്തഞ്ചോമം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ, ഭാഗ്യസൂക്ത ജപം, ഐക്യമത്യ സൂക്ത ജപം, വിഷ്ണു സഹസ്രനാമാർച്ചന, ദേവി സഹസ്രനാമാർച്ചന, ശിവ സഹസ്രനാമാർച്ചന, ഇങ്ങനെയൊക്കെ ഉള്ളത് നവഗ്രഹ പൂജകൾ ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മളേതായ ഒരു കഴിവ് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പുണ്യം കൊണ്ട് പോസിറ്റീവ് എനർജി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എല്ലാം നമുക്ക് മാറിക്കിട്ടും. അങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.